ഹലോ, ആണ്. യുക്തിപരമായ സമീപനങ്ങൾ നമ്മളെ കൃത്യമായ പ്രവർത്തനത്തിലേക്ക് നയിക്കും. കുറേ നാളായിട്ട് ഞാൻ വെൽനസ് മേഖലയിലുണ്ട്. വെൽനസ് മേഖലയിലേക്കുള്ള യുക്തിപരമായ സമീപനം എന്താണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വിപണിയിലുള്ളത് 2 കാര്യങ്ങളാണ്. 1 ഉൽപ്പന്നം, 2 സേവനം. ഈ 2 കാര്യങ്ങളിലും 3 കാറ്റഗറിയുള്ള ആൾക്കാരുണ്ട്. 1 വാങ്ങുന്നവർ, അവരെ ഉപഭോക്താക്കൾ എന്ന് ഒറ്റവാക്കി വിളിക്കും. 2 വിപണനം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, വിൽപ്പനക്കാർ. അത് കഴിഞ്ഞ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രചാരകരായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ഏജൻസികൾ. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ പരമ്പരാഗത വിപണിയിൽ ഇവർക്കെല്ലാം ഇവരേതായിട്ടുള്ള റോളുകളുണ്ട്, ഇവരേതായിട്ടുള്ള മുതൽ മുടക്കുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. മാത്രമല്ല ഇതിനകത്തൊക്കെ നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ആവശ്യമാണ്, പൊള്ളവാചകങ്ങൾ ആവശ്യമാണ്. പരമ്പരാഗത വിപണിക്ക് ബദലായിട്ടുള്ള വെൽനസ് വിപണി, അതായത് നിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെയും ഔഷധങ്ങളുടെയും വിപണി കൈകാര്യം ചെയ്യാൻ ജനങ്ങൾക്കാണ് ഉത്തരവാദിത്വം. അവിടെ ആർക്കും കടന്നു വരാം. ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനോടൊപ്പം വിൽക്കാനോ വിതരണം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രചാരകരാവാനോ. അപ്പോൾ ഏതൊരു ഉപഭോക്താവും ചെയ്യേണ്ട ഒരു കാര്യം, ഏത് പ്രസ്ഥാനത്തെ, ഏത് ഉൽപ്പന്നത്തെ, ഏത് സേവനത്തെയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്, ആ ഉൽപ്പന്നത്തിനും സേവനത്തിനും എത്രത്തോളം പ്രാധാന്യമുണ്ട്, എത്രത്തോളം ആവശ്യകതയുണ്ട്, എത്രത്തോളം അംഗീകാരമുണ്ട്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വെൽനസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഉദ്ദേശശുദ്ധി സൗഖ്യമാണ്. അപ്പോൾ നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, ദൈനംദിന ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ ഔഷധങ്ങളും ആരാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ചോദ്യമാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ടത്. അത് തീർച്ചയായും ആരോഗ്യ പ്രവർത്തകർ, വ്യാപാരികൾ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയ ആൾക്കാരിലേക്കാണ് ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ അവസരം നമ്മൾ ആദ്യം എത്തിക്കേണ്ടത്. വിപണനം എന്ന ഉദ്ദേശത്തിലാണ് വ്യാപാരികൾ ഉൾപ്പെടുന്നത്. കാരണം അവർക്ക് അതിനുള്ള സാഹചര്യമുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഔഷധം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആരോഗ്യ പ്രവർത്തകരെ നമ്മളിവിടെ പ്രാഥമിക നിരയിലേക്ക് ഉൾപ്പെടുത്തുന്നത്. കാരണം അവർക്ക് അതിനുള്ള അറിവുണ്ട്. അതേപോലെ തന്നെ ഇതൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യം കൂടാണ്. അപ്പോൾ ആ ഒരു സേവനാധിഷ്ഠിതമായി ഇത് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് സാമൂഹ്യ പ്രവർത്തകരെ നമ്മൾ ആദ്യ നിരയിലേക്ക് ഉൾപ്പെടുത്തുന്നത്. നിലവാരത്തിൻ്റെ വിപണി ഉപഭോക്താവിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറുമ്പോൾ വിപണി കൈകാര്യം ചെയ്യാൻ അതിൻ്റെ നടപടികളെ അറിയാത്ത ഉപഭോക്താക്കൾ നമുക്ക് മുന്നിലുള്ളപ്പോൾ അവരെ വിദ്യാഭ്യാസപരമായി അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഉപഭോക്താവെന്ന നിലയിൽ എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ജനങ്ങൾക്കിവിടെ ഒരു രീതിയിലും വീഴ്ച വരാൻ പാടില്ല. ഒരു പ്രസ്ഥാനത്തെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ, ഉൽപ്പന്നത്തെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ, ആ ഉൽപ്പന്നത്തെയും പ്രസ്ഥാനത്തെയും പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ ആ വിപണി മറ്റുള്ളവരുമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നല്ല സമീപനങ്ങളുടെ കാര്യത്തിൽ, അങ്ങനെ ഓരോ കാര്യങ്ങളിലും, അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരിലേക്കും സാമൂഹ്യ പ്രവർത്തകരിലേക്കും വ്യാപാരികളിലേക്കും ഇത് എത്തിക്കുന്ന നടപടിയുടെ കാര്യത്തിൽ, അങ്ങനെ ഓരോ കാര്യങ്ങളിലും വീഴ്ച സംഭവിക്കാതെ ഇതിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായും ആധികാരികമായ ഒരു അറിവ് ഓരോ ഉപഭോക്താക്കളിലേക്കും എത്തിക്കുക എന്നുള്ളത് ഒരു സാമൂഹികപരമായ ധർമ്മമാണ്, ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആയുഷ് ജ്യോതി എന്ന ആദർശം കൊണ്ടും ആയുഷ് ജ്യോതി എന്ന കൂട്ടായ്മ കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉപഭോക്തൃ വിതരണം അല്ലെങ്കിൽ ബഹുതല വിപണനം എന്ന ജനങ്ങളുടെ ഉത്തരവാദിത്തമായ നിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണി ജനങ്ങളിലൂടെ സുരക്ഷിതമായി നടത്തപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹമാണ്, ഉദ്ദേശമാണ്, അതേപോലെ തന്നെ ദൗത്യമാണ്.